നമസ്കാരം. ഒരു ക്രൈസ്തവ വിശ്വാസി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശവപ്പെട്ടി നിർബന്ധമാണ്. ശവപ്പെട്ടി ഇല്ലാതെ ഒരു മരണാനന്തര ചടങ്ങ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. മാത്രമല്ല, ഒരു വ്യക്തി മരണപ്പെട്ടാൽ, ഒരു വിശ്വാസി മരണപ്പെട്ടാൽ കുടുംബാംഗങ്ങൾ ആദ്യം തന്നെ ഒരു ശവപ്പെട്ടി വാങ്ങിക്കാൻ ശ്രമിക്കും, സംഘടിപ്പിക്കാൻ ശ്രമിക്കും. മാത്രമല്ല, ഇത്തരത്തിലുള്ള ശവപ്പെട്ടികൾ വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബം, അതുപോലെ തന്നെ സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇതെല്ലാം പരിഗണിച്ച് ശവപ്പെട്ടികൾ ചിലപ്പോൾ ഒരുപാട് വില നൽകി വാങ്ങാറുണ്ട്. അതായത് വലിയ വില കൂടിയ ശവപ്പെട്ടികൾ തന്നെ പലരും സ്വന്തമാക്കാറുണ്ട്. ഇതൊരു അഭിമാന പ്രശ്നമായി പലരും കാണാറുണ്ട്. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കൂടെ തൽക്കാലം ശവപ്പെട്ടികളോട് വിട പറഞ്ഞിരിക്കുകയാണ് ഒരു ഇടവക. പൂർണ്ണമായും ശവപ്പെട്ടി വേണ്ട എന്ന ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതും ഇടവകയിലെ ഒരാൾക്ക് പോലും പരിഭവമില്ല, പരാതിയില്ല. 100% എല്ലാവരും ശവപ്പെട്ടി വേണ്ട, മണ്ണിലേക്ക് മടങ്ങുക, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. കൊച്ചി അതിരൂപതയിലെ അർത്തുങ്കൽ പള്ളി വികാരിയാണ് ഇത്തരത്തിലൊരു ആവശ്യം തൻ്റെ ഇടവകയിൽ ഉന്നയിച്ചത്. അതായത് ഈ ശവപ്പെട്ടി ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യനെ ശവപ്പെട്ടിയിലാക്കി അടക്കം ചെയ്യുന്ന സമയത്ത് ശവപ്പെട്ടി ഒരു വെല്ലുവിളിയാണ്, അതിനകത്തെ പ്ലാസ്റ്റിക് ആവരണം മറ്റൊരു വെല്ലുവിളിയാണ്. ഈ മൃതദേഹങ്ങൾ മണ്ണിനോട് ചേരുന്നില്ല, മണ്ണിനോട് ചേരാൻ സമയമെടുക്കുന്നു. പ്രത്യേകിച്ച് അർത്തുങ്കൽ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഉപ്പിൻ്റെ അംശം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ പൊതുവെ ജീർണിക്കാൻ സമയമെടുക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ശവപ്പെട്ടിയും ശവപ്പെട്ടിക്കുള്ളിലെ പ്ലാസ്റ്റിക് ആവരണവും. ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശവപ്പെട്ടി വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം കൊച്ചി അതിരൂപതയിലെ അർത്തുങ്കൽ പള്ളി വികാരി 1 വർഷം മുമ്പാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം ഇടവകയിൽ ഉന്നയിച്ചത്. എന്നാൽ 949 കുടുംബങ്ങളുണ്ട് ഇടവകയിൽ. പള്ളി വികാരി ഒരാവശ്യം ഉന്നയിച്ചപ്പോൾ ഏവരും ആ കാര്യം അതേ ഗൗരവത്തിൽ തന്നെ അത് ഉൾക്കൊണ്ടു കൃത്യമായ കാര്യം നടപ്പിലാക്കാൻ ശ്രമിച്ചു. 1 വർഷമായി അർത്തുങ്കൽ പള്ളിയിൽ ശവപ്പെട്ടിയില്ല, ശവപ്പെട്ടികളോട് വിട പറഞ്ഞിരിക്കുകയാണ്. മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ ഒരു ചിലവ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു വ്യക്തിയുടെ സാമ്പത്തികം, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനമൊക്കെ കണക്കിലെടുത്ത് കുടുംബാംഗങ്ങൾ വലിയ വില കൊടുത്ത് ശവപ്പെട്ടികൾ വാങ്ങാറുണ്ട്. എന്നാൽ വലിയ ഒരു ചിലവാണ് ഇതോടുകൂടെ ഇല്ലാതായത്. ആ പണം പലപ്പോഴും മരിച്ച വ്യക്തിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുകൂടെ ഈ ഒരു കാര്യത്തിൻ്റെ നല്ല വശമായി നമുക്ക് കാണേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് പള്ളി വികാരി പറഞ്ഞതനുസരിച്ച് അർത്തുങ്കൽ പള്ളിയിൽ വിപ്ലവകരമായിട്ടുള്ള ഇത്തരത്തിലൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. എന്നാൽ പലരും ഇത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 1 വർഷം മുമ്പാണ് അർത്തുങ്കൽ പള്ളിയിൽ ഇത്തരത്തിലൊരു കാര്യം നടപ്പിലായത്. അതായത് പള്ളിയിലൊരു സ്റ്റീൽ പെട്ടിയുണ്ട്. ഈ സ്റ്റീൽ പെട്ടി വീടുകളിലേക്ക് പറഞ്ഞയക്കും. മൃതദേഹം ഈ സ്റ്റീൽ പെട്ടികളിൽ കയറ്റി പള്ളിയിലേക്ക് കൊണ്ടുവരും. പള്ളിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിലത്ത് മണ്ണിൽ തുണി വിരിച്ച് അതിൽ പുഷ്പങ്ങൾ വിതറി മൃതദേഹം ആ കുഴിയിലേക്ക് ഇറക്കി വെക്കും. പിന്നീട് മൃതദേഹം അതിൽ അടക്കം ചെയ്യും. എന്തായാലും ഇത്തരത്തിലൊരു രീതിക്ക് തുടക്കം കുറിച്ചിട്ട് ഏകദേശം 1 വർഷമായി. ഇപ്പോഴും അത് തുടർന്നു പോരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ ഒരു രീതിയെ മാതൃകയാക്കാൻ പലരും ഇപ്പോൾ മുന്നോട്ട് വരുന്നു. ഒന്ന്, അനാവശ്യമായിട്ടുള്ള ഒരു ചെലവ് ഒഴിവാക്കുന്നതിന് വേണ്ടി. മറ്റൊന്ന്, ഈ പറയുന്ന മണ്ണിലേക്കുള്ള മടക്കം ശവപ്പെട്ടിയിലാകുമ്പോൾ അതത്ര സുഖകരമല്ല, അത്ര പെട്ടെന്ന് നടക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി, പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടി പലരും അർത്തുങ്കൽ പള്ളിയെ മാതൃകയാക്കുകയാണ്. കൊച്ചി അതിരൂപതയ്ക്ക് കീഴിലുള്ള അർത്തുങ്കൽ പള്ളി വികാരിയെ മാതൃകയാക്കുകയാണ്. എന്തായാലും മണ്ണിലേക്ക് മടങ്ങാൻ, പ്രകൃതിയിലേക്ക് മടങ്ങാൻ തീർച്ചയായും ഏറ്റവും നല്ലത് ഈ ഒരു മാതൃക തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.